കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജാണ് മരിച്ചത്. ഫെബിന്റെ പിതാവിനും കുത്തേറ്റു. കാറിലെത്തിയ 3-അംഗ സംഘമാണ് ആക്രമിച്ചത്. കൊല്ലം ഫാത്തിമ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അതേസമയം റെയിൽവേ ട്രാക്കിൽ നിന്നും നീണ്ടകര സ്വദേശി തേജസ് രാജ് എന്നയാളുടെ മൃതദേഹം കണ്ടെത്തി. ഫെബിനെ കൊലപ്പെടുത്തിയത് തേജസ് രാജ് എന്ന് പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, കൊല്ലം നഗരത്തെ നടുക്കിയ ഒരു കൊലപാതകം, അതിന്റെ തൊട്ടു പിന്നാലെ ഒരു ആത്മഹത്യ കൂടി വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ടോടെയാണ് ഈ ഉളിയക്കോവിലുള്ള ഫെബിന്റെ വീട്ടിലേക്ക് ഒരു കാറിൽ ഇപ്പോൾ മരിച്ചതായി, ആത്മഹത്യ ചെയ്തതായി വിവരം കിട്ടുന്ന വ്യക്തി വന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം, അതായത് വൈകിട്ട് ഈ വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ ഈ ഫെബിൻ ജോർജ് ഗോമസിനെ, അതായത് 22 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ഈ ഫെബിൻ ജോർജിനെ ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ ഫെബിനെ കുത്തുകയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഫെബിന്റെ പിതാവിനും കുത്തേറ്റു. പിന്നീട് ഈ ഫെബിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാലും ഫെബിന്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇതിനുശേഷമാണ് ഈ റെയിൽവേ ട്രാക്കിന് സമീപം ഒരു വാഹനം, ഒരു കാറ് കണ്ടെത്തുന്നത്. ഈ കാറിന് സമീപം ഈ ട്രാക്കിൽ ഒരാൾ ട്രെയിനിൽ ചാടി മരിച്ച നിലയിലുമുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം, അതായത് നീണ്ടകര സ്വദേശി തേജസ് രാജാണ് ഈ ട്രെയിനിൽ ചാടി മരിച്ചിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ട്രെയിനിന് മുന്നിലേക്ക് ചാടിയതായാണ് വിവരം. എന്തായാലും ഈ ഒരു സംഭവം, അതായത് 22-കാരനെയാണ് വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച ഫെബിന്റെ പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ആദ്യ വിവരം, അതായത് കാറിലെത്തിയ സംഘം എന്നായിരുന്നു. എന്നാൽ പിന്നീടാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ഫെബിനെ കുത്തിയ ഈ നീണ്ടകര സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ആത്മഹത്യ ചെയ്തതെന്ന്. അപ്പോൾ ഒരാളുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനും അക്കാര്യത്തിൽ സംശയമുണ്ട്. കൂടുതൽ പേര് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ഫെബിന്റെ ശരീരത്തിൽ മണ്ണെണ്ണയോ അതോടൊപ്പം തന്നെ പെട്രോൾ പോലുള്ള ഒരു ഇന്ധനം ഒഴിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ്. അതായത് ഈ വന്നിട്ടുണ്ടായിരുന്ന ആൾ മറ്റ് വലിയ തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുവാൻ, അതായത് വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മനോജ്, ഇതിന്റെ കാരണം എന്താണ് എന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സൂചന പോലീസ് തരുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും മറ്റൊരു കാര്യം, ഈ ഫെബിന്റെ ബന്ധുക്കളിൽ ആരോ, അതായത് സഹോദരിമാരിൽ ഒരാളെ ഇത്തരത്തിൽ ഈ വിവാഹാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം നിലനിന്നിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ എന്തെങ്കിലും കാരണമാണോ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും നിലവിൽ കാരണം, വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഇതുവരെയും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഓക്കെ മനോജ്, കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജാണ് മരിച്ചത്. ഫെബിന്റെ പിതാവിനും കുത്തേറ്റു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അതേസമയം റെയിൽവേ ട്രാക്കിൽ നിന്നും നീണ്ടകര സ്വദേശി തേജസ് രാജ് എന്നയാളുടെ മൃതദേഹം കണ്ടെത്തി. തേജസ് ആണ് കുത്തിക്കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസിന്റെ. വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്.